Hi dears, it's me Amaluz. Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ കലണ്ടറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുപ്പിയിൽ ഒരു കലണ്ടർ ചെയ്തിട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ കലണ്ടറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു A4 ഷീറ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ സാധാരണ പേപ്പറിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണേൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ നേരെ സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്കണം. അതിനുശേഷം ഇതിൻ്റെ രണ്ട് വശങ്ങളെയും ഇതുപോലെ ഈക്വലായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇനി നമ്മൾ ഈ ഈക്വലായിട്ട് മടക്കിയെടുത്ത രണ്ട് പോർഷനും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും, ഉള്ളിൽ ഇങ്ങനെ ഗ്യാപ്പായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഇനി ഒട്ടിക്കും മുമ്പ് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഈ കാണുന്ന പോലെ ഒന്ന് മൂന്നെണ്ണമായിട്ട് ഈക്വലായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇനി ഇത് നിവർത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ മാസം, ഡേറ്റ്, പിന്നെ ദിവസം ആ ഒരു രീതിക്കാണ് ഇതിലേക്ക് വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതേപോലെ എല്ലാം ഈക്വലായിട്ട് ഒരേ സൈസിൽ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മാസങ്ങളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സ് ആണ് എഴുതിയെടുക്കാനുള്ളത്. നമുക്ക് 1 തൊട്ട് 31 വരെയുള്ള ഡേറ്റുകൾ എഴുതണം. നമ്മൾ ആദ്യമേ മാസങ്ങളെല്ലാം 12 മാസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദിവസങ്ങൾ 7 ദിവസങ്ങളും എഴുതി വെച്ചു. ഇനി നമുക്ക് 31 ദിവസങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇതേപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് താഴേക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് അതിൻ്റെ മേളിൽ ടോപ്പ് പോർഷനിൽ വരുന്ന പോലെ വേണം എഴുതിയെടുക്കാൻ കേട്ടോ. കാരണം നമുക്ക് ഇതിനകത്തേക്ക് കടത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ലെറ്റേഴ്സൊക്കെ കാണാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് 1, 2 എന്നുള്ള രീതിയിൽ ബാക്കിലേക്ക് അടുക്കിയതിന് ശേഷം നമുക്കിതിനെ നമ്മൾ ആ കീറിയ ഗ്യാപ്പിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഈ കാണുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മാസം വെച്ചു, പിന്നെ ഡേറ്റ് വെച്ചു, പിന്നെ ദിവസം വെച്ചു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ജാനുവരി 1 സൺഡേ, നമ്മുടെ ജനുവരി 1 സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് വന്നത്. ഇനി നമുക്ക് ഓരോ ദിവസം കഴിയുമ്പം ഇതേപോലെ എടുത്ത് നമുക്ക് ബാക്കിലേക്ക് എടുത്ത് വെക്കാം. 1-ാം തീയതി കഴിയുമ്പോൾ അത് ബാക്കിലേക്ക് എടുത്ത് വെക്കുക. അതേപോലെ സൺഡേ ബാക്കിലേക്ക് വെച്ച് കഴിയുമ്പോൾ മൺഡേന്ന് വരും. അപ്പം ജനുവരി 2 മൺഡേ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങളും ഇതുപോലെ മാറ്റി മാറ്റി വെക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേബിൾ കലണ്ടർ തന്നെയാണ് കേട്ടോ. നമുക്ക് ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി, അതേപോലെ സ്റ്റഡി ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ടേബിൾ കലണ്ടറാണ്. നമുക്കിതൊന്ന് കുറച്ച് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ ഫോം ഷീറ്റിൽ ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൻ്റെ സെൻറ്ററിൽ 2023 എന്ന് എഴുതിയ ഒരു പ്രിൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് സ്റ്റിക്കർ പോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ വളരെ ക്യൂട്ടായിട്ട് ഒരു ടേബിൾ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.